29ാമത് IFFKന്റെ ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ള അശ്വന്ത് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അശ്വന്തിനോട് തന്നെ ചോദിക്കാം, എന്താണ് ഇത്തവണത്തെ ബ്രാൻഡ് ഐഡന്റിറ്റിയുടെ പ്രത്യേകത? ഇത്തവണ ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഐഡൻറ്റിറ്റി ഡിസൈൻ ചെയ്തേക്കുന്നത്. സിനിമ ഇത് ഫിലിം ഫെസ്റ്റിവലാണല്ലോ, അപ്പോൾ സിനിമ എന്ന് വെച്ചാൽ ഒരു തരം ഓരോ സ്ഥലങ്ങളിലും കാലങ്ങളും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ സ്ഥലത്തും ഓരോ കാലത്തും അവരവരുടെ കഥകളും ജീവിതങ്ങളൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഇൻ്റർസെക്ഷനാലിറ്റിയും സെയിമാണ്. അത് ഒരു മനുഷ്യൻ്റെ സോഷ്യൽ പൊസിഷനിങ് നിർണ്ണയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് കേവലം ഒരു ഘടകത്തിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല, അതിലൊത്തിരി ഘടകങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രിവിലേജ് ഒപ്രസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു തിരിവ് ഉണ്ടാക്കുന്നത്. ശരിക്കും ഇത് ഒരു റിജിഡായിട്ടുള്ളൊരു ഫോമല്ല. ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ജെൻഡർ വൈസ് ഒരു സ്ത്രീ എടുക്കുകയാണെങ്കിൽ ആ സ്ത്രീ ഏത് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, ഏത് കൺട്രി എന്നുള്ളതാണ്, ഏത് കാസ്റ്റിലുള്ളതാണ്, ആളുടെ ഫിനാൻഷ്യൽ എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ബ്ലെൻഡും മിശ്രിതൊക്കെയാണ്. ആ ഒത്തുചേരലും ആ ഒരു ഒഴുക്കൊക്കെയാണ് ഈ വർഷത്തെ IFFKയുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിനിമ കേവലം ഒരു കലാരൂപം മാത്രമായിട്ടല്ല കാണാൻ പറ്റുന്നത്, ഒത്തിരി കലകളുടെ മിശ്രിതമാണ്, ബ്ലെൻഡാണ്. സൗണ്ട് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഒക്കത്തിനും ബ്ലെൻഡാണ്. ഇപ്പം സിനിമ സംസാരിക്കുന്നതും അത്തരം കാര്യങ്ങളാണ്. ആഫ്രിക്കയിലാണെങ്കിൽ ആഫ്രിക്കയിലെ കറുപ്പും അടുത്ത റേസീസൊക്കെ സംസാരിക്കുമ്പം ഇന്ത്യയിലേക്ക് വരുമ്പം ജാതി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പാലസ്തീനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജനിച്ചു എന്നുള്ളതുകൊണ്ടും ഒരു നിശ്ചിതമായിട്ടുള്ള റീജിയനിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം ആൾക്കാരെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇപ്പോഴുള്ള സാമൂഹ്യ അവസ്ഥ ഒരു മറുപടി എന്നുള്ള രീതിയിൽ അതിനെതിർക്കുന്ന രീതിയിൽ ആ ഒരു ചോദ്യചിഹ്നം കൂടിയായിട്ടാണ് ഞാൻ ഈ വർക്ക് ഐഡൻറ്റിറ്റി ആയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത്. എത്ര സമയം എടുത്തു ഇത് ഈ ഒരു ഡിസൈനിലോട്ട് എത്താൻ ഒരു 2 മാസം വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. 2 മാസത്തിലും ഏറെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ. കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ആദ്യത്തെ 2 ആഴ്ച കാലത്താണ് ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. അശ്വന്ത് കറൻ്റ്ലി എന്ത് ചെയ്യുന്നു? അതും കൂടെ ഞാൻ കറൻ്റ്ലി മാസ്റ്റേഴ്സ് ചെയ്യാണ് ഫൈൻ ആർട്സിൽ RLV കോളേജിൽ തൃപ്പൂണിത്തുറ.